ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? 2 ഡിജിറ്റ് നമ്പേഴ്സാണ്. അബാക്കസിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഫിംഗറിംഗ് എക്സസൈസുമാണ്. നമ്മൾ 1 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ ഫിംഗറിംഗ് എക്സസൈസും പഠിച്ചല്ലോ. ഇന്ന് നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 1 ഡിജിറ്റ് നമ്പേഴ്സ് അബാക്കസിൽ കാണിക്കാൻ അറിയാം അല്ലേ? അബാക്കസിലെ വാല്യൂസ് 1 ഡിജിറ്റ് നമ്പേഴ്സ് വാല്യൂസ് കാണിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏത് റോഡാണ് എടുത്തത്? യൂണിറ്റ് റോഡ് അല്ലേ? ഈ യൂണിറ്റ് റോഡ് മാത്രം മതി നമുക്ക് എന്ത് കാണിക്കാൻ? നമ്മുടെ 1 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള 1 തൊട്ട് 9 വരെ കാണിക്കാൻ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ ഒരൊറ്റ റോഡ് മതിയാവോ നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിന് കാണിക്കാൻ? പോരാ. 2 ഡിജിറ്റ് ആവുമ്പോൾ നമുക്ക് 2 റോഡ്സ് വേണം. 3 ഡിജിറ്റ് ആവുമ്പോൾ 3 റോഡ്സും 4 ഡിജിറ്റ് ആവുമ്പോൾ നമുക്ക് 4 റോഡ്സും വേണം. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് പഠിക്കുന്നതുകൊണ്ട് എത്ര റോഡ്സ് വേണം? 2 റോഡ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ വൺസിന്റെ പ്ലേസ് എപ്പോഴും 1 ഡിജിറ്റ് നമ്പർ ആവുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഏത് നമ്പറിൻ്റെ ആണെങ്കിലും 1 ഡിജിറ്റിൽ അത് വൺസിന്റെ പ്ലേസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് എടുക്കുള്ളൂ? യൂണിറ്റ് റോഡേ എടുക്കുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് യൂണിറ്റ് റോഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ ടെൻസിന്റെ പ്ലേസ് എടുക്കുമ്പോൾ നമ്മൾ ആ യൂണിറ്റ് റോഡിന്റെ ലെഫ്റ്റിലുള്ള ഒരു റോഡും കൂടി സെലക്ട് ചെയ്യണം. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആവുമ്പോൾ നമുക്ക് 2 ഡിജിറ്റ് ഉണ്ട്. ആ 2 ഡിജിറ്റിനെ കാണിക്കണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? 2 റോഡ്സ് വേണം. അപ്പോൾ വൺസിന്റെ പ്ലേസ് എപ്പോഴും യൂണിറ്റ് റോഡ് ആണെങ്കിൽ ടെൻസിന്റെ പ്ലേസ് ഏതാണ്? അതിന് തൊട്ട് ലെഫ്റ്റിലുള്ള റോഡിലാണ് നമ്മൾ ടെൻസിന്റെ പ്ലേസ് കാണിക്കുക. അപ്പോൾ ഇത് നമ്മൾ യൂണിറ്റ് പ്ലേസ് വൺസിന്റെ പ്ലേസിന് എടുത്താൽ അതിന്റെ റൈറ്റിലുള്ള ഈ റോഡ് എന്തിനു വേണ്ടിയിട്ട് എടുക്കണം? ടെൻസിന്റെ പ്ലേസിന് വേണ്ടിയിട്ട് എടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ റോഡ് എടുക്കുകയാണെങ്കിലോ ഇതൊരു യൂണിറ്റ് റോഡാണല്ലോ. ഇത് നമുക്ക് വൺസിന്റെ പ്ലേസിന് എടുക്കാം. അപ്പോൾ ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ എന്തെടുക്കണം? അതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഈ യെല്ലോ റോഡ് വേണം നമുക്ക് എടുക്കാൻ. ഓക്കെ. അപ്പോൾ ഇത് ടെൻസ് ഇത് വൺസ്. ഓക്കെ. അപ്പോൾ ഇതെടുത്താലോ? ഇതിന്റെ ലെഫ്റ്റ് ഇത് വൺസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു. പക്ഷെ അതിന്റെ ലെഫ്റ്റിൽ നമുക്ക് വേറെ റോഡ് ഇല്ല. അപ്പൊ നമുക്ക് ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ യൂണിറ്റ് റോഡും അതിന്റെ ലെഫ്റ്റിലുള്ള ഒരു റോഡുമാണ് എന്തിനു വേണ്ടിയിട്ട് എടുക്കേണ്ടത്? 2 ഡിജിറ്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഏതാ എടുക്കാറുള്ളത്? മിഡിലുള്ളതാണ് എടുക്കാറുള്ളത്. ഇതുപോലെ നമുക്ക് ഇവിടെ ഈ മിഡിലുള്ള ഇത് യൂണിറ്റ് റോഡായിട്ട് എടുത്താൽ, അതായത് ഇത് വൺസിന്റെ പ്ലേസിൽ എടുക്കാം, ഇത് ടെൻസിന്റെ പ്ലേസിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ ഫിക്സ് ചെയ്യാം. നമുക്ക് എടുക്കാൻ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 24 എടുക്കാം. ഓക്കെ. നമുക്ക് ആദ്യം 24 എടുത്താലോ? നമുക്ക് ആദ്യത്തെ നമ്പറായിട്ട് 24 സെലക്ട് ചെയ്യാം. 24ൽ വൺസിൻ്റെ പ്ലേസിൽ 4ഉം ടെൻസിൻ്റെ പ്ലേസിൽ 2 ആണ്. അപ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ റോഡിൽ, അതായത് യൂണിറ്റ് റോഡിൽ 4 എടുക്കണം. അതിൻ്റെ ലെഫ്റ്റിൽ വരുന്ന റോഡിൽ നമുക്ക് എത്ര എടുക്കണം? 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 24 ആവും. അപ്പോൾ നമ്മൾ 24 എടുക്കുമ്പോൾ 24ലെ ഡിജിറ്റ് 2 4 എന്നല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസിൽ 2 അല്ലേ? 2 4 24 പറഞ്ഞാൽ 2 10 അല്ലേ വരെ? 2 ഇവിടെ എത്ര എടുക്കണം നമ്മൾ? 4. 2 4 24. ഇത് ഏതാണ് നമ്പർ? ഇവിടെ അബാക്കസിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന നമ്പർ ഏതാണ്? 24. ഓക്കെ. അപ്പോൾ 36 ആണെങ്കിലോ 36. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെൻസിന്റെ പ്ലേസിൽ 3, വൺസിന്റെ പ്ലേസിൽ 6. ഇതാണ് 36. 36. 1 2 3 5 6. ഇതാണ് 36. പിന്നെ 49 ആണെങ്കിലോ 49 ആകുമ്പോൾ 4 9. ഇവിടെ എന്ത് വരും? 4 വരും. ഇവിടെ എന്ത് വേണം നമുക്ക്? 9. ഇതാണ് 49. ഓക്കെ. ഇപ്പൊ 99 ആണെങ്കിലോ 99. ഓക്കെ. അപ്പൊ നമ്മൾ 9 വരെയുള്ളത് അതായത് 1 ഡിജിറ്റ് നമ്പേഴ്സ് 9 വരെയുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. 9 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ ഏതാ? 10 അല്ലേ? 10 ആവുമ്പോൾ എങ്ങനെ ഡിജിറ്റ്? 1 0. അപ്പൊ ഇവിടെ എന്ത് വേണം? 1, ഇവിടെ 0. ഒന്നും വേണ്ട.
ഇത് 1, ഇത് 0. അപ്പോൾ എന്താണ് 10. ഓക്കെ 11 ആണെങ്കിലോ 11 എങ്ങനെ ഡിജിറ്റ് എഴുതാം 1 1 അല്ലേ? അപ്പോൾ വൺസിന്റെ പ്ലേസിൽ 1, വൺസിന്റെ പ്ലേസിൽ 1 1 11. 12 ആകുമ്പോഴാണെങ്കിലോ 1 2 ഇതാണ് 12. 13 ആകുമ്പോഴാണെങ്കിലോ 1 3. 14 ആകുമ്പോൾ 1 4. ഓക്കെ ഇനി 20 ആണെങ്കിലോ 20 ആണെങ്കിൽ 2 0 2 0. 30 ആണെങ്കിലോ 3 0. ഇനി 35 ആണെങ്കിലോ 3 5 35. ഓക്കെ ഇതുപോലെയാണ് നമ്മൾ അബാക്കസിൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് കാണിക്കുന്നത്. ഓക്കെ ഇനി ഇതിനകത്ത് 29 വരണമെങ്കിൽ 2 9. ഓക്കെ എല്ലാവരും പഠിച്ചല്ലോ അബാക്കസിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ എല്ലാവരും പഠിച്ചല്ലോ.